വിയർപ്പുള്ളത് ചൂടുള്ള നാളുണ്ട് ഖിയാമനാളാ ചുരുക്കി പറഞ്ഞ എന്തു ഹാലാ ചൂടാ വൻദോഷവണ്ടിയുമായി വരുന്നേ കാളാ ക്ഷീണത്തിനാലുളിക്കുന്നതാണേ സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല തന്നെ ചെന്ന കോള പടയിൽ വീട് കെട്ടിയിരിക്കുന്ന ഇഷ്ടിക കണ്ടിട്ടില്ലേ ചെറുപ്പക്കാര മോനെ ചോടയുടെ പരിസരത്ത് പോയിട്ടുണ്ട് എന്തൊരു ചൂടാണെന്നറിയോ അതിന്റെ അടുക്കൽ പോകാമല്ലാത്ത പ്രയാസമാ എന്റെ പ്രിയപ്പെട്ടവരെ പത്തനാപുരത്ത് നിന്ന് കാളവണ്ടി വരുന്നത് കണ്ടിട്ടില്ലേ ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാളയുടെ വായിലൂടെ ആ പതയും നിറയിൽ ഇങ്ങനെ ഒഴുകുന്നത് കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ നാളെ അല്ലാഹുവിന്റെ കോടതിയില് മനുഷ്യന്റെ വായിലൂടെ പതയും നിറയിൽ ഇങ്ങനെ ഒഴുകുന്നത് കാണാം അമ്മാ ചോറ് വെക്കാറില്ലേ കലത്തിനകത്ത് കിടന്നിട്ട് ചോറ് തിളച്ചിട്ടിങ്ങനെ കവിഞ്ഞു പറയാറുണ്ടല്ലോ പിന്നെ നാളെ അല്ലാഹുവിന്റെ കോടതിയില് തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ അത് തിളച്ചിട്ട് ഒഴുകുന്ന ദിവസമാണ് യാ വൈലത്താ യാ ഹസരത്താ എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ അല്ലാഹുവേ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി ഒരാളെ പോലും തിരിഞ്ഞു നോക്കാത്ത ദിവസം വാപ്പയ്ക്ക് വേണ്ട ഉമ്മയ്ക്ക് വേണ്ട ഭാര്യയ്ക്ക് വേണ്ട മക്കൾക്ക് വേണ്ട ഒരാള് പോലും തിരിഞ്ഞു നോക്കാത്ത ദിവസം നാളെ പരലോകത്ത് നിൽക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന് പറയുന്ന മലക്കിനോട് പറയുകയാണ് നരകത്തെ കൊണ്ടുവരാറ് നരകത്തെ കൊണ്ടുവരാറ് മാലിക്കെന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാണ് എങ്ങനെയാണ് എങ്ങനെയാ നരകത്തെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാണ് അല്ലാഹുവിന്റെ കൽപ്പനയാണ് അല്ലാഹുവിന്റെ കൽപ്പനയാണ് ആ മാലിക്കെന്ന് പറയുന്ന മലക്ക് തന്റെ അനുയായികളെ വിളിക്കുകയാണ് 70,000 മലക്കുകളെ പടച്ച റബ്ബേ 70,000 ചങ്ങലകളെ വലിച്ചു കൊണ്ടുവരികയാ 70,000 ചങ്ങല കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ നരകത്തെ എന്ന് കെട്ടുമടാ ചെറുപ്പക്കാരാ ആനയെ കെട്ടുന്ന ചങ്ങല കണ്ടിട്ടുണ്ടോ കൊളുത്തുകൾ ചേർത്ത് വെച്ചല്ലേ ചങ്ങലയുണ്ടാക്കുന്നത് അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ആ ചങ്ങലയുടെ വലുപ്പമല്ല ആ ചങ്ങല കെട്ടിയിരിക്കുന്ന കൊളുത്തുണ്ടല്ലോ ഈ കാണുന്ന ദുനിയാവിനെക്കാളും വലുതാ ഈ കാണുന്ന പ്രപഞ്ചത്തിനെക്കാളും വലിപ്പമുള്ള കൊളുത്തുകൾക്കുണ്ടാക്കിയ 70,000 ചങ്ങല കൊണ്ടുവന്ന നരകത്തെ എന്ന് ബന്ധിപ്പിക്കുകയാണ് ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ അല്ലാഹുവേ തലനാട്ടി പിടിച്ചുകൊണ്ട് പൊട്ടിക്കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഭയാനകമായ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്നു എവിടെയായെന്ന് ചോദിച്ച ചെറുപ്പക്കാരാ അല്ലാഹുവിനോട് പറയുമടാ പൊന്നുമോനെ റബ്ബനാ അബ്സറിനാ വസ്മിഅനാ ഫർജിഅനാ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിന്നുകൊണ്ട് പറയുന്ന റബ്ബനാ എന്റെ രക്ഷിതാവായ അല്ലാഹ്
ആസ്വദിക്കാറുള്ളതാ, ജീവിതം സുഖിക്കാറുള്ളതാ. എത്ര വഅദ് പറഞ്ഞാലും നിങ്ങൾ നന്നാകില്ല. ആസ്വദിച്ചോ മോനെ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരായത്ത് മറക്കല്ലേ. ഏതായത്ത് മറന്നാലും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് മറക്കരുത്. ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് നിനക്കറിയാം. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ. ഇത് ഖുർആനിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ആയത്തല്ലേ മോളെ. എന്നാൽ അവസാനമായിട്ട് ഇറങ്ങിയ ആയത്തേതെന്നറിയോ? അവസാനമായിട്ട് ഇറങ്ങിയ ആയത്തേതെന്നറിയോ? ഒരു മുസ്ലിമും മറക്കരുത്. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒറ്റ ഒരുത്തനും മറന്നു പോകരുത്. ഖുർആനിൽ അവസാനമായിട്ട് ഇറങ്ങിയ അല്ലാഹുവിന്റെ ഖുർആനിൽ അവസാനമായിട്ട് ഇറങ്ങിയ ആയത്തേതാ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. മോനെ, എവിടെ പോകാനാണ്? നമ്മളെ സാധാരണ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഓടിയാൽ എവിടെ വരെ ഓടാനാ? നീ വീടുമടാ ചെറുപ്പക്കാരാ. നിങ്ങളെ ഒരു ദിവസം നീ നാള് എത്ര വലിയ ഇടത്തറ മുഴുവനും പറപ്പിച്ച് നടന്നവനാണെങ്കിലും ഒരു ദിവസം നീ താഴെ വീണു സഹോദരാ. എവിടെ പോകാനാ? നീ എന്റെ മുമ്പിൽ തന്നെ വരുമടാ. നിന്നെ എന്റെ മുമ്പിൽ തന്നെ ഞാൻ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടെന്ന് നീയൊക്കെ ഓർത്തുവച്ചോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇത് റജബ് മാസമാണ്. ഇത് സാധാരണ ഒരു മാസമല്ല. ഇത് അല്ലാഹുവിന്റെ മാസമാണ്. ഇത് റബ്ബ് നമുക്ക് നന്നാകാൻ തന്ന മാസമാണ്. ഉറച്ച റബ്ബുണ്ടെന്നുള്ള വിശ്വാസത്തോട് നടക്കണേ. ഇതിനനുസരിച്ച് ജീവിക്കണേ. ഇതിനനുസരിച്ച് ജീവിക്കണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാണ്, ഈ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ, ഈ വീടുകളിലേക്ക് കടന്നു വരട്ടെ. എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ, ദീനില്ലാത്ത പെണ്ണിനെ വിവാഹം കഴിക്കരുത്. ദീനില്ലാത്ത പെണ്ണിനെ വിവാഹം കഴിക്കരുത്. ഉസ്താദ് ഫലാഹി ഉസ്താദ് ഓരോ നിക്കാഹ് നടത്തുമ്പോഴും പറയുന്ന ഒരു നാല് കാര്യങ്ങൾ ഉസ്താദ് പറയുന്നുണ്ട്. ഓനെ സമ്പത്തല്ലടാ, സൗന്ദര്യമല്ലടാ, കുടുംബമല്ലടാ, ഇതിലുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. നോക്കരുത്, സൗന്ദര്യം നോക്കരുത്, കുടുംബമുഖം നോക്കരുത്. എന്ന പെണ്ണ് അല്ലാഹുവിനെ പേടിയുള്ളവളാണോ എന്ന് മാത്രമാണ് നീ നോക്കേണ്ടത്. ഇതിനാണ് പരിഗണന കൊടുക്കേണ്ടത്. സഹോദരിമാരെ, നീരുള്ളവരെ വിവാഹം കഴിക്കരുത്. നീരുള്ളവന്റെ കൂടെയേ കൂടാതെ. സഹോദരിമാരുടെ ഏറ്റവും വലിയ പരാതി എന്തെന്നറിയോ? ഏത് സാധന്മാര് വന്നാലും പെണ്ണുങ്ങളെയാണ് കുറ്റം പറയുന്നത്. അവരെയാണ് ഏറ്റവും മോശമായി പറയുന്നത്. പെങ്ങളെ, ഒരിക്കലും നിന്നോട് വൈരാഗ്യമില്ല, ഒരിക്കലും നിന്നോട് ദേഷ്യമില്ല. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ പറയുന്നത്. നിങ്ങൾ നന്നായേ പറ്റൂ, നിങ്ങൾ നന്നായേ പറ്റൂ. നിങ്ങൾ നന്നായ ലോകം നന്നായി. പെങ്ങളെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ചെറുപ്പക്കാരാ, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. ഇടത്തറയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകളെ വിവാഹം കഴിക്കാൻ നടക്കരുത്. ദീനുണ്ടോ എന്ന് പരിഗണിക്കണ. അവൾ അള്ളാനെ പേടിയുള്ളവളാണോ? അവളുടെ ശരീരം മറച്ചു നടക്കുന്നവളാണോ? അവൾ 5 നേരം നിഷ്കരിക്കുന്നവളാണോ? അതാണ് പരിഗണന കൊടുക്കേണ്ടത്. ഇതിനാണ് പരിഗണന കൊടുക്കേണ്ടത്. അല്ലാതെ സമ്പത്തിനല്ല വാപ്പ. എന്റെ ഉമ്മമാര്, പണം മതി നിനക്ക്, സമ്പത്ത് മതി നിനക്ക്, സാലികത്തായ പെണ്ണിന്റെ മഹത്വം നിനക്കറിയാമട്ടാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. ഓനെ, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറയുന്നത് എന്തിനെന്നറിയോ? വെറുതെ പറയുന്നതല്ല, വെറുതെ പറയുന്നതല്ല. അല്ലാഹുവേ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
പള്ളിയിലേക്ക് പോകുമ്പോ ഒരു വീടിന്റെ അകത്ത് വല്ലാത്ത വഴക്ക് നടക്കുകയാണ്. എപ്പോഴും ഉസ്താമാര് പറയുമല്ലോ, കല്യാണം കഴിക്കുന്ന സമയത്ത് സമ്പത്തല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല, ദീനുണ്ടോ എന്ന് നോക്കണം. ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുമ്പോൾ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും. ഒരു വീടിന്റെ പരിസരത്ത് കൂടെ പോകുമ്പോൾ ഒരു വീടിന്റെ അകത്ത് വഴക്ക് നടക്കാം. ഉമ്മയും മകളും കൂടെ വല്ലാത്ത വഴക്ക്. എന്താ വഴക്ക്? ഉമ്മ മകളോട് പറഞ്ഞു പാലിന്റെ അകത്ത് വെള്ളമൊഴിക്കാൻ. അപ്പൊ മകള് പറഞ്ഞു, ഉമ്മ ഇത് പാപവാ, ഇത് വഞ്ചനയാ, ഇത് ചതിയാ, ഞാൻ ഒഴിക്കൂല, ഞാൻ എന്തു പറഞ്ഞാലും പാലിൽ വെള്ളം ഒഴിക്കൂല. അപ്പൊ ഉമ്മ വീണ്ടും നിർബന്ധിക്കാൻ, നിന്നോട് ഞാൻ പറഞ്ഞ മര്യാദക്ക് ഒഴിക്കടി വെള്ളം, പറയുന്ന കേട്ടാ മതി, നീ വഴുതൊന്നും പറയേണ്ട, വെള്ളം ഒഴിക്കൂ. അപ്പൊ ഈ പെൺകുട്ടി ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ, രാജ്യം ഭരിക്കുന്നത് ഉമർ തങ്ങളാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് ഖലീഫ. ആ ചങ്ങാതി അങ്ങാണ് അറിഞ്ഞ നമ്മളെ രണ്ടെണ്ണത്തിനെയും വെറുതെ വിടൂല, ഞാനതുകൊണ്ട് പാലി വെള്ളം ഒഴിക്കൂല. ഉമ്മ ഉടനെ ചോദിക്കാം, ഓം വീട്ടിൽ കിടന്ന് ഉറങ്ങാം, നീ പാലി വെള്ളം ഒഴിക്കണം കാണാനിരിക്കുക. ഉമർ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങണം, ഉമർ എങ്ങനെ, നീ വെള്ളം ഒഴിക്കണം, നീ ഒഴിക്കടി വെള്ളം. അപ്പൊ ആ കുട്ടി ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ, ഉമർ ഉറങ്ങുമായിരിക്കും, ഖലീഫ ഉമർ ഉറങ്ങുകയായിരിക്കും, പക്ഷെ ഉമർ കണ്ടില്ലെങ്കിലും അല്ല കാണുന്നുണ്ട്. ഉമ്മ പടച്ച റബ്ബ് കാണുന്നുണ്ട്, ഞാൻ വെള്ളം ഒഴിക്കൂല. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞുപോയി ആ ഒരു മറുപടി കേട്ടപ്പോൾ. ആ വീടെന്ന് നോക്കി വെച്ചു. എന്നിട്ട് ഉമർ തങ്ങൾ പള്ളിയിൽ പോയി അവസാനം ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ വീട്, ആ കുട്ടി ആരാണെന്നൊന്ന് പോയി ചോദിച്ചിട്ട് വരാൻ, ആ പെൺകുട്ടി ആരാണെന്നൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാൻ. അങ്ങനെ ഒരാൾ പോയി, സഹാബി പോയി, ഒരാൾ പോയി അന്വേഷിക്കുമ്പോ ആ പെൺകുട്ടി ഒരു യതീമായ പെൺകുട്ടിയാ. ആ പെണ്ണൊരു യതീമാ. ആ ഉമ്മയാണെങ്കിൽ അങ്ങനെ ചതിയും വഞ്ചനയും കാണിക്കുന്ന ഉമ്മയൊന്നുമല്ല, അവര് നല്ല സ്ത്രീയാ. പിന്നെ എന്തുകൊണ്ടാണ് പാലിൽ വെള്ളമൊഴിക്കാൻ പറഞ്ഞത്? അവരുടെ ജീവിത മാർഗം ഒരു ഒട്ടകമാണ്. ആ ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്ത് അത് കിട്ടുന്ന പൈസ കൊണ്ടാണ് അവര് ജീവിച്ചിരിക്കുന്നത്. ഒരാഴ്ചയായിട്ട് പാലില്ലാത്തത് കാരണം ആ കുടുംബം പട്ടിണിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത്തിരി പാല് കിട്ടി. ഉടനെ ഉമ്മ പറഞ്ഞു, ഇതിനകത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ തിന്നാൻ വല്ലതും കിട്ടുമല്ലോ, ഇതിനല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ തിന്നാൻ വല്ലതും കിട്ടുമല്ലോ, അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കാൻ പറഞ്ഞത്. അപ്പോഴാണ് ഈ പെൺകുട്ടി പറഞ്ഞത്, ഞാൻ ഒഴിക്കില്ല എന്ന്. ഈ ചരിത്രം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു. തന്റെ വീട്ടിൽ പോയി, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ, പ്രസിഡന്റാ. ഉമർ തങ്ങൾ നേരെ വീട്ടിൽ പോയിട്ട് രണ്ട് ആൺമക്കളെയും വിളിച്ചു, തന്റെ മക്കളെയും വിളിച്ചു, വാടാ. എന്നിട്ട് പറഞ്ഞു, ഒരു പെൺകുട്ടിയുണ്ട്, യതീമ, വലിയ സമ്പത്തൊന്നുമില്ല, വലിയ അറിയപ്പെടുന്ന കുടുംബമൊന്നുമല്ല, ഒരു സാധാരണ ഒരു പാവപ്പെട്ട പെൺകുട്ടി. പക്ഷെ അവളുടെ ഹൃദയത്തിന്റെ അകത്ത് അമ്മയുണ്ട്. എനിക്ക് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആ പെൺകുട്ടിയെ, പക്ഷെ എനിക്ക് പ്രായമായത് കാരണം എനിക്ക് പറ്റൂല. ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് തന്റെ മക്കളോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്റെ മക്കൾക്ക് കല്യാണം വേണമെങ്കിൽ 1000 എണ്ണം കിട്ടും. ഏറ്റവും വലിയ കോടീശ്വരന്റെ കുടുംബത്തിൽ നിന്ന് വരും. എന്നാൽ ഉമർ തന്റെ മക്കളോട് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരിൽ ആരാ ആ കുട്ടിയെ കിട്ടുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മൂത്ത മകൻ പറഞ്ഞു, എനിക്ക് വേണം ഉപ്പ, പണമില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും വലിയ അറിയപ്പെടുന്ന കുടുംബം അല്ലെങ്കിലും എനിക്ക് അള്ളാഹുള്ള പെണ്ണിനെയാണ് വേണ്ടേ, ദീനുള്ള പെണ്ണിനെ എനിക്ക് വേണം. അങ്ങനെ വിവാഹം കഴിച്ചു. എന്റെ പ്രിയപ്പെട്ടവർ, എപ്പോഴും നമ്മൾ ദീനിനാണ് പരിഗണന കൊടുക്കേണ്ടത്. അങ്ങനെ ദീനിന് പരിഗണന കൊടുത്താൽ ഉണ്ടാകുന്ന പ്രതിഫലം എന്താണ് അതിന്റെ പ്രയോജനം? നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ലോകമറിയുന്ന പണ്ഡിതനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. കരയും നമ്മൾ. സാധാരണ ഒരാളല്ല, ഖബറിനോട് പോലും സംസാരിച്ച മഹാനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം നമ്മൾ എടുത്ത് വായിച്ചു